എന്നാലേ ആ പണം ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്കിതിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹനീഫിക്ക ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുമ്പോൾ ഹനീഫിക്ക ഇപ്പോൾ ലെറ്റ്സേ 5000 ദിർഹംസേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 10,000 ദിർഹംസേ എടുക്കുന്നുള്ളൂ. നാളെ ഹനീഫയ്ക്കൊക്കെ ഒരു വയ്യാണ്ടാവുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒന്ന് മാറിക്കേണ്ട സിറ്റുവേഷൻ മറ്റൊരാൾ വരണമല്ലോ. അയാൾക്ക് 20,000 കൊടുക്കണം എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ 10,000 എടുക്കുന്നുള്ളെങ്കിൽ ഈ ബിസിനസ്സിന് ആ 20,000 താങ്ങാൻ കഴിഞ്ഞോളണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാരണം എന്തുവാ, ബിസിനസ്സിൻ്റെ ആ എക്സ്പെൻസിൽ 10,000 ആണ് ആ പൊസിഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരാൾ ആ സ്ഥാനത്തോട്ട് കയറുമ്പോൾ ആ സ്ഥാനത്തിന് അയാൾക്ക് 20,000 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹനീഫിക്ക് അത് എടുത്തുകൊണ്ടിരിക്കണം. അത് ഹനീഫിക്ക് വേണ്ടിയിട്ടല്ല, ഈ കുഞ്ഞ് യൂസ്ഡ് ആവണം. ആ പൈസ എക്സ്പെൻസായി ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ബിസിനസ് തയ്യാറായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ മനസ്സിലാവുന്നത് മാത്രമല്ല, ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. അനുഭവമുള്ള ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു പ്രയാസം, അനുഭവമുള്ള ആളുകൾക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ചെയ്ത് നമ്മളത് യൂസ്ഡ് ആകുമ്പോഴേ ഡൈജസ്റ്റ് ആവുള്ളൂ. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറങ്ങുന്നത്, എല്ലാ ഈ ബിസിനസ്മാനും ക്യാഷ് ഇറങ്ങുന്നത് കാണാം, തിരിച്ചിങ്ങോട്ട് കയറുന്നത് കാണുന്നില്ല. എപ്പോൾ തിരിച്ചെടുക്കും? അതുപോലെ നമുക്കൊക്കെ ശമ്പളമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പേപ്പറിലുണ്ടാവും. ഇന്ന് വരെ ആ ശമ്പളം അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവില്ല. എപ്പോൾ എടുക്കാൻ പറ്റും? ഇതൊക്കെ അപകടങ്ങളാണ്. ഈ അപകടങ്ങളാ തന്നെ. അപ്പം ഇവിടെയാണ് നമ്മൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വെക്കേണ്ടത്. ഇത് വാങ്ങണം, ഇന്ന സമയത്ത് ഈ ശമ്പളം എനിക്ക് തിരിച്ചു പിടിക്കണം, ഞാനിട്ട ഫണ്ട് എനിക്ക് തിരിച്ചു പിടിക്കണം, കൃത്യമായി ഇന്ന സമയങ്ങൾ കൃത്യമായി. ഇപ്പോൾ ഉള്ള ബിസിനസ് വെച്ച് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും നമുക്ക് എത്രയാണ് വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് ഇത്ര ലീഡ്സ് കൂട്ടിയാൽ, ഇത്ര സെയിൽസ് കൂട്ടിയാൽ ഇത്ര റവന്യൂ കൂട്ടാം, ഇത്ര റവന്യൂ കൂട്ടിയാൽ നമ്മളെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇത്ര മാറ്റാം, ഇത്ര മാറ്റി വെക്കാൻ പറ്റും. കൃത്യമായി ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ, ആളുകൾ എന്ന് വന്നു ഇന്നലെ വന്നില്ല, അങ്ങനെയൊക്കെയല്ലേ? വെറുതെയാണ്. ഒന്ന് പഴയ കാല കണക്കൊന്ന് എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ മാസം എത്ര പേര് വന്നോ, എത്ര പ്രോഫിറ്റ് തന്നോ, അത് തന്നെയായിരിക്കും ഈ മാസവും വന്നിട്ടുണ്ടാവുക. എന്നിട്ടും നമ്മൾ പറയും അത് കൃത്യമല്ലല്ലോ. പക്ഷെ കണക്ക് നോക്കിയിട്ടുണ്ടാവില്ല. കണക്കൊന്ന് നോക്കി കഴിഞ്ഞ മാസം എൻ്റെ ഷോപ്പിലേക്ക് ഇത്ര പേഴ്സൺ വന്നു, നമ്മളൊന്നും ചെയ്യാതെ ആണെങ്കിൽ ഒരല്പം കുറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും ചെയ്തതിന് ഒരല്പം കൂടിയിട്ടുണ്ടാവും. എന്താണ് ഈ കണക്ക്? ഇതൊന്നും നോക്കൂല. അങ്ങനെയാണോ? ഇപ്പം ഇന്ന് സ്കൂൾ തുറന്നു, അതുകൊണ്ട് മൊത്തത്തിൽ ആളുകൾ വന്ന് കയറി എന്നൊക്കെയാണ് നമ്മളെ മൈൻഡ് സെറ്റിൽ. എല്ലാവരും നാട്ടിലേക്ക് പോയി, അപ്പോൾ എത്ര ആൾ കുറഞ്ഞു? ഇതൊന്നുമല്ല. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊരു പഠനം നടത്തി നമ്മൾ ഇട്ട ഫണ്ട് തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം, നമ്മൾ എഴുതുന്ന ശമ്പളം നമുക്ക് തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ എവിടെ നമ്മൾ കൂട്ടണം? എവിടെ ലീഡ് കൂട്ടണോ? ക്ലോസിംഗ് പെർസെൻറ്റേജ് എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതെങ്ങനെ കൂട്ടാൻ പറ്റും? അതേപോലെ നമ്മുടെ ആവറേജ് സെല്ലിങ്, കസ്റ്റമറിന് നമ്മൾ ആവറേജ് സെല്ലിങ് 800 ദിർഹംസോ അല്ലെങ്കിൽ 1000 ദിർഹംസോ ആണെങ്കിൽ അതിന് 1200 എങ്ങനെയാക്കാം? നമ്മളെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഞങ്ങൾക്കൊക്കെ വളരെ ചെറിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉള്ള ആളുകളാണ്, 0.5-ൻ്റെയൊക്കെ താഴെയാണ്. അത് 0.5 എങ്ങനെയാക്കാൻ പറ്റും? ചിന്തിച്ചൂടെ? അതിന് കസ്റ്റമറെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല. കസ്റ്റമറെ കയ്യിൽ നിന്ന് പർച്ചേസിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഈ കസ്റ്റമറെ കയ്യിൽ നിന്ന് തന്നെ അവർ ഫോൺ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു ലെതർ കേസും കൂടെ ആവശ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഫ്രീ ആവശ്യം ഉണ്ടാവും, പവർ ബാറ്ററി ആവശ്യം ഉണ്ടാവും. കസ്റ്റമർ ചിലപ്പോൾ ചോദിക്കാൻ മറന്നു പോകും ഇത് വാങ്ങുന്ന സമയത്ത്, അല്ലേ? ഒരു ചാർജർ മറന്നു പോകാം. ഇത് കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ ഷോപ്പിനകത്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് 0.5-ലോ പലതും പ്രോഫിറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇരുന്ന് ചിന്തിക്കുക, ഇത്തരം സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെ ഒരു സാധാ പോകുന്നത് പോരാ, നമ്മൾ വളരണം. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുക. വളരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാമോ? എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് വളരാൻ പോകുന്നത്? ഹനീഫിക്ക പറയൂ. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ്? നിങ്ങൾക്കുള്ള ചോദ്യമാണ്. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ്? തെറ്റാണോ അറിയില്ല, ഒരു ചെറിയ എനിക്ക് തോന്നിയത്, ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഏറ്റവും നല്ല വളർച്ച? ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് വളരാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് സത്യം. ഞാൻ അത് കൃത്യമായി എന്നിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ പഠനത്തിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല റിട്ടേൺസ്. പഠനം മാത്രമല്ല, യാത്ര, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അനുഭവിക്കാനും നമ്മൾ സാഹചര്യം പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാത്രകൾ പോകുന്നത്. അപ്പം പഠനത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണവും നമുക്കിവിടെ കാണണം. നമ്മുടെ ലാഭത്തിൽ നമ്മുടെ ചിലവെല്ലാം, നമ്മളുടെ ചിലവ് എല്ലാം കുറച്ചുകൊണ്ട് കണക്കിൽ കാണിക്കും. പേപ്പേഴ്സിൽ ഒരു പക്ഷേ ലാഭത്തിലായിരിക്കും, പക്ഷെ അത് റിയൽ പ്രോഫിറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് വളരാനുള്ളതും നമുക്ക് നാളെ ഒരു അപകടം വരുമ്പോൾ അതിന് റിസർവ് ഫണ്ടായിട്ട് മാറ്റി വയ്ക്കാനൊക്കെ ഒരു ശതമാനം നമ്മൾ ഈ ലാഭത്തിൽ നിന്ന് മാറ്റണം.
അത് നമ്മുടെ പണമല്ല, അത് വളരാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീനാണ്. ആ വളർച്ച ഉണ്ടെങ്കിലേ നമുക്ക് ഇടിച്ചു നിന്നാലേ പിടിച്ചിക്കാൻ കഴിയുള്ളൂ. അതെ. ബാക്കിയുള്ള പണമാണ് നമ്മളുടെ ലാഭം എന്ന് എങ്കിൽ പറയുന്നത്. ഏതായാലും ഞാനൊന്ന് ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്, വെറുതെ ഒരു ശ്രമം. ശരി. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, കൂടെ ഒരു യാത്രകൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിത്തിൻ 5 days ഞങ്ങളൊന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചൈനയിലേക്ക് തികച്ചും ബിസിനസ്സിൻ്റെ യാത്രയാണ്, പഠിക്കാനാണ്. ഇത് നമ്മുടെ ആളുകൾക്കും കൂടെ ഒരു ഉപകാരം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം.